പ്രിയപ്പെട്ടവരെ, നന്മ റെസിഡൻസ് അസോസിയേഷൻ്റെ 13ാം വാർഷിക ജനറൽ ബോഡിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ 2024 ജനുവരിയിൽ അരീക്കൽ വെച്ച് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗമാണ് നമ്മുടെ ഇന്നത്തെ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്. അതിനുശേഷമുള്ള ഒരു 12-13 വർഷക്കാലം നടന്ന പ്രവർത്തനങ്ങളെ പരിശോധിക്കാനും അതിലെന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് പരിഹരിച്ച് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാനും നല്ല പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കാനുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മളൊരു ജനറൽ ബോഡി യോഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കമ്മിറ്റിയുടെ 2ാമത് ജനറൽ ബോഡി യോഗമാണ് ഇന്നിവിടെ വെച്ച് നടക്കുന്നത്. ഈ നന്മ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. കാരണം വളരെ കട്ട സപ്പോർട്ടായിട്ടുള്ള 10-25 കമ്മിറ്റി അംഗങ്ങളും അതിനേക്കാൾ സപ്പോർട്ടായിട്ടുള്ള വനിതാ വിങ്ങും കൂടുതൽ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന 200-ലധികം വരുന്ന കുടുംബാംഗങ്ങളുമുള്ള ഒരു റെസിഡൻസ് അസോസിയേഷനാണ് നമ്മുടെ നന്മ റെസിഡൻസ് അസോസിയേഷൻ. നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല, നമ്മളെ കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ് നന്മ റെസിഡൻസ് അസോസിയേഷൻ. ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നമ്മുടെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ഏതായാലും ഈ വാർഷിക ജനറൽ ബോഡി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ കർത്തവ്യം. ആദ്യം തന്നെ നമ്മുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നന്മയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ മാലായിൽ ശശിധരൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ ജനറൽ ബോഡി യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മയുടെ ട്രഷറർ ശ്രീ ബഷീർ മാച്ചിങ്ങര, അദ്ദേഹത്തിന് വളരെ പ്രത്യേകതയുള്ള ട്രഷറാണ്. നന്മയെ ലക്ഷങ്ങളുടെ അധിപതിയാക്കിയ ഒരു ട്രഷറർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ രക്ഷാധികാരിയും വാർഡ് കൗൺസിലറുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് CM ജംഷീർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പരിസരത്ത് എവിടെയോ ഉണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഈ വേദിയിലേക്ക് വരും. അദ്ദേഹത്തെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കഴിഞ്ഞ ഒരു വർഷത്തെ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനും അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ വെക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വനിതാ വിങ്ങിൻ്റെ സെക്രട്ടറി ശ്രീമതി പങ്കജം സുരേഷ് ബാബു, അതോടൊപ്പം വനിതാ വിങ്ങിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സുഹറ ആലിക്കോയ എന്നിവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ വാർഷിക ആഘോഷത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നന്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, രക്ഷാധികാരികൾ, വനിതാ വിങ് മെമ്പർമാർ എന്നിവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെപ്പറ്റി അറിയാനും അതിനെപ്പറ്റി വിമർശിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നന്മ കുടുംബാംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ആദരണീയനായ നന്മയുടെ ജനറൽ സെക്രട്ടറി ഷാം നമാസ്, നന്മയുടെ ട്രഷറർ ബഷീർ ക, അതുപോലെ നന്മയുടെ നമ്മുടെ കരുത്തു പകരുന്ന വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ് സൂറത്ത, സെക്രട്ടറി പങ്കജം, ബഹുമാന്യനായ നമ്മുടെ വാർഡ് കൗൺസിലർ CM ജംഷീർ, മറ്റു നന്മയുടെ രക്ഷാധികാരികളെ, നന്മ കുടുംബാംഗങ്ങളെ, നല്ലവരായ
നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്മ റെസിഡൻസ് അസോസിയേഷൻ രൂപീകൃതമായിട്ട് 13 വർഷം തികയുകയാണ്. 13 വർഷം പിന്നിടുന്ന സമയത്ത് ഓരോ വർഷം കഴിയുന്തോറും ഒട്ടനവധി പുതുമകളോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും പരിപാടികളുമാണ് നന്മ റെസിഡൻസ് അസോസിയേഷൻ നടത്തി വരുന്നത്. നമുക്കറിയാം, നമ്മൾ തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മളെല്ലാ പരിപാടികളും നമ്മൾ വളരെ സജീവമായി നടത്തുന്നു. ഒട്ടനവധി റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മുടെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായപ്പോഴും നന്മ റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ കഴിഞ്ഞതിൽ ഉപരി ശക്തിയായി നിലനിൽക്കുന്നു. കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്ന സമയത്ത് പോലും കണ്ണുകൾ അടയ്ക്കാതെ മിഴികൾ തുറന്നുകൊണ്ട് നമ്മൾ ഭാരതം ഡിജിറ്റൽ ആകുന്നു, കേരളം ഹൈടെക് ആകുന്നു, അതുപോലെ തന്നെ നമ്മുടെ നന്മയും ഡിജിറ്റലായിക്കൊണ്ട് നമ്മൾ പ്രവർത്തനം നടത്തി. നമ്മുടെ എല്ലാ ആഘോഷവും നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ആഘോഷ പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് നടത്തി എന്നതാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു കാര്യം. ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു പ്രയാസം സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസമായിരുന്നു. ഏത് സമയത്തും നമ്മളൊരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്ന സമയത്ത് ആ കമ്മിറ്റിയുടെ മെമ്പർമാർ സംഭാവന ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒട്ടനവധി പരിപാടികൾ നമ്മൾ നടത്താറുള്ളത്. കഴിഞ്ഞ ആദ്യ ജനറൽ ബോഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയ സമയത്ത് അതിനൊരു പരിഹാരം കാണണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതായിരുന്നു ആദ്യത്തെ നമ്മുടെ അജണ്ടയിലുണ്ടായിരുന്ന ചർച്ച. ആ ചർച്ച വന്ന സമയത്ത് 1-2 സജഷനുകൾ അന്ന് മുന്നോട്ട് വെക്കപ്പെട്ടു. അതിൽ നമ്മുടെ മിഥുൻലാൽ വെച്ച ഒരു സജഷൻ, ഒരു സമ്മാനക്കുറി എന്ന ആ ഒരു പദ്ധതി, ആ പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ച സമയത്ത് നമ്മുടെ പല മെമ്പർമാർക്കും അഭിപ്രായമുണ്ടായിരുന്നു. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനാണ്, മറ്റ് സാംസ്കാരിക സംഘടനയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്ര സംഘടനകളൊന്നുമല്ല. അപ്പോൾ ഇത്തരം നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഇത്തരം ഒരു കുറിയിലേക്ക് പോയാൽ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക പല മെമ്പർമാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭാരവാഹി യോഗത്തിൽ നമ്മൾ ആ നിർദ്ദേശം വെക്കുകയും എല്ലാ ഭാരവാഹികളും ഒരേ സ്വരത്തിൽ ആ പരിപാടി നമുക്ക് നടത്തണം, അത് വിജയിപ്പിക്കണമെന്ന ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയുണ്ടായി. അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ അത് അവതരിപ്പിക്കുകയും ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പൂർണ്ണമായ പിന്തുണയോടെ ആ ഒരു വലിയൊരു ബൃഹത്തായ പദ്ധതി നമ്മൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ആ പദ്ധതി വന്നപ്പോൾ 10-50 ലക്ഷത്തിൻ്റെ ഒക്കെ കണക്കുകൾ നമുക്ക് കൊടുക്കാനുള്ള പണമുണ്ടാവും. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച സമയത്ത് നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ സെക്രട്ടറി വിനീഷും ഞാനൊക്കെ പഴയ കാലത്ത് അത്തരം കുറികൾ നടത്തിയിട്ടുണ്ട് മറ്റ് സാംസ്കാരിക സംഘടനകൾക്ക് വേണ്ടി. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞങ്ങൾ ബുക്കുകളും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ആ ഒരു പഴയ നമ്മുടെ ആ സംവിധാനത്തിലേക്ക് പോയ സമയത്ത് നമ്മുടെ ഡോക്ടർ രാമചന്ദ്രൻ സാർ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല, ഇത് ഡിജിറ്റലായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ലഘുവായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം ഏകദേശം 10 മാസക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന് നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കും മറ്റൊരു റെസിഡൻസ് അസോസിയേഷനും
സാധിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ഉറക്കമില്ലാത്ത ശരിക്ക് രാത്രിയാണെന്ന്. കാരണം ഞങ്ങൾ ആ കണക്കുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കി വരുന്ന സമയത്ത് ചിലപ്പോൾ 12 മണി 1 മണിയൊക്കെ ആവും. കാരണം ഈ പണങ്ങളൊക്കെ റെഡിയാക്കി. പക്ഷെ ആ ദിവസങ്ങളൊക്കെ ഉറങ്ങാതെ നമ്മുടെ കൂടെ നിന്ന് രാമചന്ദ്രൻ സാറും കുടുംബവും, നമ്മളത് കുടുംബത്തിനെ കൂടെ പറയുന്നത് എന്താ വെച്ചാൽ ആ വീട്ടിൽ നിന്നാണ് അധിക സമയവും നമ്മൾ ആ ഒരു പദ്ധതിക്ക് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ആ കുടുംബം അടക്കം നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് ആ ഒരു പദ്ധതിക്ക് വളരെ നല്ല പിന്തുണ നൽകിക്കൊണ്ടാണ് നമുക്കത് ഒരു പ്രശ്നവുമില്ലാതെ, ഒരാളുടെ പോലും അഭിപ്രായ വ്യത്യാസമില്ലാതെ അത്തരത്തിലുള്ള ഒരു പദ്ധതി നമുക്ക് നടപ്പാക്കാൻ സാധിക്കുകയും ഇപ്പോൾ ഷാനവാസ് ഇവിടെ സൂചിപ്പിച്ച പോലെ ലക്ഷങ്ങളുടെ ട്രഷറായിട്ട് ബഷീർ ഖാനെ ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തത് നമ്മുടെ ഈ ഒരു കമ്മിറ്റിയുടെ മുഴുവൻ ആളുകളുടെയും കൂട്ടായ ഉറക്കമില്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം ഞാൻ അവരെ ഒന്നുകൂടി അഭിനന്ദിക്കാൻ കൂടി വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ആ പദ്ധതിക്ക് ശേഷം നമ്മുടെ എല്ലാ മാസവും നമ്മൾ ഓരോരോ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അതിൻ്റെതായ ഒട്ടനവധി പദ്ധതികളുണ്ട്. നമുക്കിവിടെ റിപ്പോർട്ടിൽ അത് വായിക്കും. ഞാൻ കൂടുതലായിട്ട് പറയുന്ന സമയത്ത് നമ്മുടെ കലാപരിപാടികളുണ്ട്, നമ്മൾ സമയം ലേറ്റായി. എന്നാലും 1-2 കാര്യങ്ങൾ കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മൾ എത്ര തന്നെ ഇപ്പോൾ കോർപ്പറേഷനൊക്കെ വളരെ ഹരിതകർമ്മസേനയെയും അതുപോലെ വിപുലമായ രീതിയിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനും സാംസ്കാരിക സംഘടനകളെയും ഒക്കെ വെച്ചുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് പറയുന്നു. നമ്മുടെ പല ആളുകളും ഇപ്പോഴും ആ പ്ലാസ്റ്റിക് ആരും കാണാതെ വീട്ടുമുറ്റത്ത് കൂട്ടി കത്തിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പറയുന്നത്? നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഈ കാര്യത്തിന് വേണ്ടി ആശാവർക്കർമാരും അതുപോലെയുള്ള കോർപ്പറേഷൻ്റെ ആളുകളും റെസിഡൻസ് അസോസിയേഷനുകളും സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും പറഞ്ഞിട്ട് പോലും, കാരണം ഇത്തരം സാധനങ്ങളൊക്കെ എടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്, എന്നിട്ട് പോലും ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പക്ഷേ നമ്മൾ കർശനമായി ഇടപെടുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിൽ നമുക്കതിനെ ചെറുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു പ്രവർത്തനത്തിൽ ഇനിയും പങ്കാളികളാവണം. നമ്മൾ കാണുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് ആ ഒരു സംവിധാനത്തെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കണം. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഈ റോഡുകളിലൊക്കെ നമ്മൾ അവശിഷ്ടങ്ങൾ, അതുപോലെ ഈ പാമ്പേഴ്സ് പോലുള്ള കുട്ടികളുടെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ പ്രദേശത്ത് കണ്ടുവരുന്നു. നമ്മൾ ആലോചിച്ച് നോക്ക്, എത്ര ക്രൂരമായ ഒരു നടപടിയാണത്. നമ്മളിപ്പോൾ എൻ്റെ വീടിൻ്റെ കുറച്ച് മുകളിലുള്ള ഒരു കിണർ ഈ അടുത്ത ദിവസം തോണ്ടുകയുണ്ടായി. അത് വൃത്തിയാക്കിയ സമയത്ത് ഒരു 10 ചാക്കോളം പാമ്പേഴ്സിൻ്റെ പാക്കറ്റാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആരാണത് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ കാട് പിടിച്ച സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വൃത്തിയാക്കിയ സമയത്താണ് നമുക്കത് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫണ്ട് ഉപയോഗിച്ചൊരു പൊതു പ്രവർത്തനം, എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു പ്രവർത്തനം നടത്തണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ പരിധിക്കുള്ളിൽ ക്യാമറകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിക്കുകയും അതിൻ്റെ തുടക്കം എന്ന നിലയിൽ നമ്മളിപ്പോൾ ഈ അരീക്കൽ മേത്തൽ റോഡിൽ നമുക്ക് ക്യാമറകൾ സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചു. അവിടെ ആയിരുന്നു നമ്മൾ നേരത്തെ 1-2 സമയം വേസ്റ്റുകൾ തള്ളിയതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്യാമറകൾ സ്ഥാപിച്ച് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിക്ക് ചുറ്റും നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ ഭാവിയിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പരിപാടിയുടെ അവസാനമായതുകൊണ്ട് നമുക്കൊരു സ്ഥലം മാത്രമേ നമുക്ക് ഈ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുള്ളൂ. വരുന്ന കമ്മിറ്റി അതിൻ്റെ തുടർപ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കും എന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് നമ്മുടെ ഈ ഒരു പ്രവർത്തനം വളരെ ഭംഗിയായി കൊണ്ടുപോകുവാൻ വേണ്ടി മുഴുവൻ മെമ്പർമാരും നമുക്ക് പൂർണ്ണമായ സപ്പോർട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വനിതാ വിങ് എന്ന ആ ഒരു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എപ്പോഴും നമുക്ക് സപ്പോർട്ട് തരുന്നതാണ്. എല്ലാവിധ പ്രവർത്തനങ്ങളിലും അവരുടെ നല്ല സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ കുറിയിൽ
നമ്മൾ പുറമേക്ക് പോകുന്ന സമയത്ത്, പുറത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറായ സമയത്ത് പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു, ഈ ഒരു പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏത് രീതിയിലാണ് ആ പ്രവർത്തനം ഉണ്ടാവുക എന്ന്. പക്ഷേ പുറത്തേക്ക് പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചേർന്നിട്ടുള്ളത് നന്മ റെസിഡൻസിൻ്റെ പുറത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് നാട്ടിലെ ജനങ്ങളുടെ സപ്പോർട്ടും നമുക്ക് ഉണ്ട് എന്നതിൻ്റെ തെളിവാണത്. അതിൽ നമുക്ക് ഒന്ന് രണ്ട് പേരെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒന്ന്, നമ്മുടെ സെക്രട്ടറിയുടെ ഭാര്യ ബബിത ഷാനവാസ്, അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുറി ചേർത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കി തന്ന ഒരു വ്യക്തി. മറ്റൊരു വ്യക്തി നമ്മുടെ സെക്രട്ടറി, നമ്മുടെ ബബീഷാണ് കെവുങ്ങര. അവർ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ 42ഉം 30ഉം കുറികൾ ചേർത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു സംരംഭത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയത്. നന്മ റെസിഡൻസ് അസോസിയേഷൻ ഒരു വൻമരമായി പടർന്നു പന്തലിക്കുകയാണ്. അതിൻ്റെ ശിഖരങ്ങൾ നമ്മുടെ ഈ നന്മ കുടുംബങ്ങളെ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ, ഇപ്പോൾ തണലണം പോലുള്ള ശുചീകരണം, പൊതു സ്ഥലങ്ങളിൽ സ്കൂളുകൾ പോലുള്ള സ്ഥലങ്ങൾ, അംഗനവാടികളിലെ പോലുള്ള സ്ഥലങ്ങൾ ശുചീകരിച്ചുകൊണ്ട് ആ പൊതുപ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ശിഖരങ്ങൾ നമുക്ക് തണലേക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് വിവിധ തലങ്ങൾ കീഴടക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ഇനിയും ആ ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമാറാകണം. അതിന് വേണ്ടി ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. കഴിഞ്ഞ ഈ ഒരു വർഷക്കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ നന്മ കുടുംബാംഗങ്ങളായ നമ്മുടെ എത്രയും പ്രിയപ്പെട്ട കെവുങ്ങര അശോകേട്ടനെ പറ്റി പറയുമ്പോൾ, നമ്മുടെ നന്മയുടെ പ്രാരംഭ കാലത്ത് തന്നെ, അല്ലെങ്കിൽ സ്ഥാപകരിൽ ഒരാളായിരുന്നു നമ്മുടെ കെവുങ്ങര അശോകേട്ടൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് നികത്താനാവാത്ത ഒരു കാര്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മാലായിൽ സൗമിനി, മുതുമൽക്കുന്ന് ബാലൻ, ചിറാക്കുളത്തിൽ മാരിയമ്മ, കൂടാതെ വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടതും അറിയപ്പെടാത്തതുമായ മുഴുവൻ പേർക്കും ഈ യോഗത്തിൻ്റെ പേരിൽ അനുശോചനം അറിയിക്കുന്നു. എല്ലാവരും ഒരു മിനിറ്റ് എണീറ്റേക്കും. പ്രിയമുള്ളവരെ, വാർഷിക റിപ്പോർട്ട് 2024 നന്മയുടെ 13ാം വാർഷിക ജനറൽ ബോഡി യോഗമാണ് ഇവിടെ നടക്കുന്നത്. രൂപീകരണത്തിന് ശേഷം ഓരോ വർഷം കഴിയുന്തോറും വ്യത്യസ്തമായതും പുതുമയാർന്നതുമായ പരിപാടികളും അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. നന്മയ്ക്ക് മുൻപും ശേഷവും രൂപീകൃതമായ പല റെസിഡൻസ് അസോസിയേഷനുകളും നാമമാത്ര പ്രവർത്തനങ്ങളിൽ ഒതുങ്ങിയപ്പോഴും നന്മ സജീവമായി നിലനിൽക്കുന്നത് നമ്മുടെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായാണ്. യാതൊരുവിധ വിഭാഗീയതയും ഇല്ലാതെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 200-ലധികം വരുന്ന നമ്മുടെ കുടുംബങ്ങളുടെ സജീവ സഹകരണവും എടുത്തു പറയേണ്ടതാണ്. നന്മയുടെ 2024 വർഷത്തെ വാർഷിക പ്രവർത്തന റിപ്പോർട്ടാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. 2024 ജനുവരി 6-ാം തീയതി ശനിയാഴ്ച അരീക്കൽ പറമ്പിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗമാണ് നിലവിലുള്ള കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്. പുതിയ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം 2024 ഫെബ്രുവരി 4-ന് ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. യോഗത്തിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി എന്തു ചെയ്യാനാകും എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നു. 2024 വാർഷിക ആഘോഷങ്ങൾക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്ന് തന്നെ വലിയ തോതിൽ പണം പിരിക്കേണ്ടി വന്നിരുന്നു. പ്രവർത്തന ഫണ്ട് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. വിശദമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കമ്മിറ്റി മെമ്പറായിട്ടുള്ള മിഥുൻ ലാൽ മുന്നോട്ട് വെച്ച സമ്മാനക്കുറി എന്ന ആശയവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. 10 മാസം നീണ്ടു നിൽക്കുന്ന സമ്മാനക്കുറി നടത്താനാണ് തീരുമാനമെടുത്തത്. ആദ്യ നറുക്ക് 2024 വിഷു ദിനത്തിൽ നടത്താൻ തീരുമാനിച്ചു.
കുറി നടത്താൻ തീരുമാനിച്ചതു മുതൽ കുറി അവസാനിച്ച 2025 ജനുവരി മാസം വരെ കുറിയുടെ വിജയത്തിനായുള്ള സജീവ പ്രവർത്തനമാണ് നടന്നത്. ആകെ 479 പേരാണ് നന്മ സമ്മാന കുറിയിൽ ചേർന്നത്. ഏകദേശം 300 പേരെയെങ്കിലും ചേർക്കണമെന്ന് കരുതിയ തുടങ്ങിയ കുറി ഈ വലിയ തോതിൽ വലിയ വിജയമായത് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും വനിതാ വിങ്ങിൻ്റെയും രക്ഷാധികാരികളുടെയും കൂട്ടായ പ്രവർത്തന ഫലമായാണ്. കുറി ചേർക്കുക മാത്രമല്ല, തുടർന്നുള്ള 10 മാസവും കുറിയുടെ പണം കൃത്യമായി പിരിച്ചെടുത്ത് കുറി വൻ വിജയമാക്കാൻ എല്ലാവരുടെയും സജീവമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സാധിച്ചത്. കുറിയുടെ വിജയത്തിന് മുഴുവൻ പേരുടെയും സജീവമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരാളുടെ പേര് പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഓരോ മാസവും കുറിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പണം കളക്ട് ചെയ്ത് കൃത്യമായ കണക്ക് വെക്കുകയും ചെയ്ത ഡോക്ടർ രാമചന്ദ്രൻ സാറിനെ കുറിച്ച് പറയാതിരിക്കാനാകില്ല. കുറിയുടെ കണക്കുകൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ സാർ നേതൃത്വം നൽകിയതിനാൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാനും കുറി കഴിഞ്ഞ ഉടൻ തന്നെ കുറിയിൽ ചേർന്നവർക്ക് പണം തിരിച്ചു നൽകാനും എളുപ്പമായി. രാമചന്ദ്രൻ സാറിനെയും കുടുംബത്തെയും ഓരോ നന്മ കുടുംബാംഗത്തിൻ്റെയും പേരിൽ അഭിനന്ദിക്കുകയാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ കുറി ചേർത്തവരുടെയും പേരുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നന്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറോ വനിതാ വിംഗ് മെമ്പറോ അല്ലാതിരുന്നിട്ടും 42 കുറികൾ ചേർത്ത് 1ാം സ്ഥാനത്തെത്തിയത് ശ്രീമതി ബബിത ഷാംനവാസാണ്. അതേപോലെ 30 കുറികൾ ചേർത്ത് 2ാം സ്ഥാനത്തെത്തിയത് നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബബിത ബബീഷ് കെവുങ്ങര ആണ്. ഓരോ മാസവും കുറിയിൽ നിന്ന് കിട്ടുന്ന പണം കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരിക്കുകയായിരുന്നു. ഈ സമ്മാനക്കുറിയിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയ ഫണ്ട് കൊണ്ട് മാത്രമാണ് ഈ വർഷത്തെ മുഴുവൻ പരിപാടികളും നമ്മൾ നടത്തിയത്. മറ്റൊരു പിരിവും ഈ വർഷം നമ്മുടെ അംഗങ്ങളിൽ നമ്മൾ എടുത്തിട്ടില്ല. കുറിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച മുഴുവൻ പേരുടെയും എക്സിക്യൂട്ടീവ് വനിതാ വിംഗ് രക്ഷാധികാരികൾ എങ്ങനെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 2024 ഫെബ്രുവരി 18 JEE മെയിൻ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ കൊല്ലറക്കൽ നിസാമുദ്ദീന് നന്മ കുടുംബത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. നിസാമുദ്ദീൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. ശശിധരൻ, ഷാംനവാസ്, വിനീഷ്, പ്രശാന്ത്, സുന്ദരൻ, മുഹമ്മദ് VM എന്നിവർ പങ്കെടുത്തു. 2024 മാർച്ച് 3 ദേശീയ പൾസ് പോളിയോ ദിനത്തിൻ്റെ ഭാഗമായി ചെലവൂർ ഹെൽത്ത് സെൻറ്റർ അലങ്കരിച്ചു. ഹെൽത്ത് സെൻറ്റർ മെഡിക്കൽ ഓഫീസറുടെ അഭ്യർത്ഥന പ്രകാരമാണ് നന്മ പ്രവർത്തനം ഏറ്റെടുത്തത്. ഷാംനവാസ്, ശശിധരൻ, വിനീഷ്, സുനീഷ്, ഷിബു, അജി, ആലിക്കോയ, അഷ്റഫ്, ഷിംജിത്ത് എന്നിവർ അലങ്കാര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. പിന്നീട് പരിപാടി കഴിഞ്ഞതിന് ശേഷം അലങ്കാരങ്ങൾ നമ്മൾ അയച്ചു മാറ്റി കൊടുത്തു. ആ പ്രവർത്തനങ്ങളിൽ ഷാംനവാസ്, പ്രശാന്ത് എന്നിവർ ചേർന്നാണ് നടത്തിയത്. 2024 മാർച്ച് 6 മാലിന്യമുക്ത കേരളം എന്നതിൻ്റെ ഭാഗമായി കൗൺസിലർ വിളിച്ചു ചേർത്ത യോഗത്തിൽ സെക്രട്ടറി പ്രതിനിധിയായി പങ്കെടുത്തു. 2024 ഏപ്രിൽ 15 റംസാൻ, വിഷു, ഈസ്റ്റർ ആഘോഷം. റംസാൻ, വിഷു, ഈസ്റ്റർ ആഘോഷം അരീക്കൽ മുഹമ്മദ് അഷ്റഫ്ഖായുടെ വീട്ടിൽ മുറ്റത്ത് നടന്നു. കലാപരിപാടികളും മറ്റുമായി ഗംഭീര പരിപാടിയാണ് നടന്നത്. എല്ലാ ഉത്സവങ്ങളും നന്മ എല്ലാ വർഷവും ഗംഭീരമായി ആഘോഷിക്കാറുള്ളതാണ്. ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ തന്നെ വിഷുക്കണിയും കേക്ക് കട്ടിങ്ങും മറ്റ് വിഭവങ്ങളും വെടിക്കെട്ടുമെല്ലാമായി ഗംഭീര പരിപാടിയാണ് നടന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും അങ്ങനെ എല്ലാവർക്കും പങ്കെടുത്ത് ആഘോഷമാക്കുന്ന പരിപാടിയായിരുന്നു റംസാൻ, വിഷു, ഈസ്റ്റർ ആഘോഷം. പിന്നീട് റംസാൻ നമ്മുടെ റെസിഡൻസ് പരിധിയിലെ വീടുകളിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ബ്ലീച്ചിങ് പൗഡറും എലിവിഷവും സ്ക്വാഡ് മുഖാന്തരം വിതരണം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ കൃഷി വകുപ്പ് മുഖേന അടുക്കളത്തോട്ടത്തിനായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തിരുന്നു. നമ്മുടെ പരിധിയിൽ വിതരണം ചെയ്യാൻ കൗൺസിലർ നന്മയെയാണ് ഏൽപ്പിച്ചത്. മെയ് 27 വൈകിട്ട് സുന്ദരേട്ടൻ്റെ വീട്ടിൽ വെച്ച് തൈകൾ വിതരണം ചെയ്തു. ജൂൺ 6 അംഗൻവാടി പ്രവേശനോത്സവം. നമ്മുടെ പരിധിയിൽ വരുന്ന 2 അംഗൻവാടികളിൽ പ്രവേശനോത്സവം നടന്നു. കോട്ടബസാർ അംഗൻവാടിയിൽ 18 കുട്ടികളും ചെലവൂർ GLP സ്കൂളിനോടനുബന്ധിച്ചുള്ള അംഗൻവാടിയിൽ 14 കുട്ടികളുമാണ് പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് നന്മ ഉപഹാരം നൽകി. രണ്ടിടത്തെയും പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശശിധരൻ അവർകളാണ്. സുന്ദരൻ, അഷ്റഫ്, ആലിക്കോയ, ബേബി സുന്ദരൻ, സജിത എന്നിവർ ചെലവൂർ സ്കൂൾ അംഗൻവാടിയിലും അരുൺ, സുനീഷ്, സുന്ദരൻ, കവിത രാമചന്ദ്രൻ തുടങ്ങിയവർ കോട്ടബസാർ അംഗൻവാടിയിലും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. ജൂൺ 9 SLC, +2, NMMS, LSS വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കലും അതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണവും നടന്നു.
ചെലവൂർ അഷ്ടപതിയിൽ വെച്ചാണ് പരിപാടി നടന്നത്. കൗൺസിലർ അഡ്വക്കേറ്റ് CM ജംഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഒരു മോട്ടിവേഷൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. പ്രസ്തുത പരിപാടിയിൽ വെച്ച് നന്മ സമ്മാനക്കുറിയിൽ കൂടുതൽ പേരെ ചേർത്ത ബബിത ഷാം നവാസ്, ബബിത ബബീഷ് എന്നിവർക്ക് നന്മയുടെ സ്നേഹോപഹാരം നൽകി. പരിപാടി സംഘടിപ്പിക്കുന്നതിനും മൊമെൻറ്റോ തയ്യാറാക്കുന്നതിനും മറ്റുമായി എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നല്ല രീതിയിൽ സഹകരണം ഉണ്ടായിരുന്നു. പ്രശാന്ത്, സുധീഷ് മാഷ്, വിനീഷ് എന്നിവരുടെ പേര് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ജൂലൈ 7 ചെലവൂർ GLP സ്കൂൾ ശുചീകരണം. ചെലവൂർ GLP സ്കൂളിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ മുൻവശം കാട് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയിലായിരുന്നു. നന്മയുടെ ആഭിമുഖ്യത്തിൽ അവിടെ കാട് വെട്ട് വൃത്തിയാക്കി. നല്ലൊരു പ്രവർത്തനമാണ് അന്ന് നടന്നത്. ഷാംനവാസ്, ശശിധരൻ, വിനീഷ്, സുനീഷ്, പ്രശാന്ത്, അഷ്റഫ്, അജി, ബാലൻ, ആലിക്കോയ എന്നിവർ പങ്കെടുത്തു. അതേപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പങ്കെടുത്തവർക്കായി വനിതാ വിംഗ് അംഗങ്ങൾ ഭക്ഷണം തയ്യാറാക്കി നൽകി. ആഗസ്റ്റ് 4 പാചകവാതക മത്സരം ക്യാമ്പ്. കെവുങ്ങര ബബിത ബബീഷിൻ്റെ വീട്ടിൽ വെച്ച് ക്യാമ്പ് നടന്നു. ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ പരിപാടിയായിരുന്നു. നന്മയുടെ മെമ്പർമാർ മാത്രമല്ല പേര് രജിസ്റ്റർ ചെയ്ത് പുറത്തുനിന്നുള്ള ആളുകൾ കൂടി ഉണ്ടായിരുന്നു. 60ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പരിപാടിയിൽ സഹായിച്ചവർ ബബിത ബബീഷ്, അരുൺ, പിന സുന്ദരൻ, സുനീഷ്, ശശീധരൻ എന്നിവരാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷം. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം വളരെ ഗംഭീരമായി നടത്താൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. പായസ വിതരണമടക്കം ഗംഭീര പരിപാടികളാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പരിപാടികൾ എല്ലാം ഒഴിവാക്കി പതാക ഉയർത്തൽ മാത്രമായി നടത്തി. പ്രസിഡന്റ് ശ്രീ മാലായിൽ ശശീധരൻ അവർ പതാക ഉയർത്തി. രക്ഷാധികാരി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് CM ജംഷീർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പരിപാടിയിൽ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. വനിതാ വിംഗ് അംഗങ്ങളുടെ പങ്കാളിത്തം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പിന്നീട് നാഷണൽ ഹൈവേ ചെലവൂർ GLP സ്കൂളിന് സമീപം നടപ്പാതയിൽ നന്മ നട്ടുവളർത്തുന്ന ചെടികൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി. പ്രശാന്ത്, സുധീഷ്, ഷാംനവാസ് എന്നിവർ ചേർന്നാണ് ചട്ടികൾ മാറ്റിയത്. നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജിഷ ഷാജിയുടെ വീട്ടിൽ വെച്ച് വനിതാ അംഗങ്ങളുടെ സഹകരണത്തോടെ പുതിയ ചെടികൾ മാറ്റി സ്ഥാപിച്ചു. പിന്നീട് ചട്ടികൾ യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 16 ഓണാഘോഷം. നന്മയുടെ ഒരു പ്രധാന പൊതുപരിപാടിയാണ് ഓണാഘോഷം. എല്ലാ വർഷവും ഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഓണാഘോഷം നടത്താറുള്ളത്. ഈ വർഷത്തെ ഓണാഘോഷം കൊല്ലർക്കൽ വേണുകാട്ടൻ്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് നടന്നത്. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്ന വിവിധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ വളരെ ഗംഭീരമായി തന്നെയാണ് പരിപാടി നടത്തിയത്. മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാവേലിയുടെ വരവും അതോടൊപ്പമുള്ള സ്കിറ്റും ഉണ്ടായിരുന്നു. പരിപാടിയിൽ നല്ല പങ്കാളിത്തമുണ്ടായിരുന്നു. ചപ്പാത്തി പരത്തൽ, ഓലമടയൽ പോലുള്ള വ്യത്യസ്ത മത്സരങ്ങൾ നടത്തി. പരിപാടിയുടെ അവസാനം ചെറിയ ഭക്ഷണത്തോടു കൂടിയാണ് പരിപാടി അവസാനിപ്പിച്ചത്. പരിപാടി വിജയത്തിനായി പ്രവർത്തിച്ച മുഴുവൻ പേരെയും നന്മയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം പരിപാടി നടത്താൻ വീട്ടുമുറ്റം വിട്ടുനിന്ന വേണുവേട്ടനും കുടുംബത്തിനും നന്മയുടെ നന്ദി അറിയിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം ഓണാഘോഷത്തിന് പൂക്കളം ഡിസൈൻ ചെയ്യുകയും അത് തയ്യാറാക്കുകയും ചെയ്ത ബിനീഷ് മാച്ചിങ്ങരയ്ക്കും അതോടൊപ്പം പൂക്കളം തയ്യാറാക്കിയ വനിതാ വിംഗങ്ങളെയും അഭിനന്ദനം അറിയിക്കുന്നു. ഒക്ടോബർ 6 ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച ശുചീകരണ പ്രവർത്തനം. നന്മയുടെ പരിധിയിൽ 2 ഇടത്തായി ശുചീകരണ പ്രവർത്തനം നടന്നു. കോട്ടബസാർ മുതുമൽ റോഡും അരീക്കൽ മീത്തൽ ഇടവഴിയുമാണ് ശുചീകരിച്ചത്. കാട് പിടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കിടന്നായിരുന്നു അരീക്കൽ മീത്തൽ ഇടവഴി. പുതിയ വില്ലേജ് ഓഫീസിലേക്ക് നടന്നു പോകാൻ എളുപ്പവഴിയായി പ്രസ്തുത വഴി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ശുചീകരണ പ്രവർത്തനത്തോടെ ആ വഴി ഉപയോഗയോഗ്യമാക്കാൻ പറ്റി. പരിപാടിയിൽ എക്സിക്യൂട്ടീവ് അംഗന്മാരുടെയും രക്ഷാധികാരികളുടെയും വനിതാ വിങ്ങിൻ്റെയും സഹകരണം ഉണ്ടായിരുന്നു. അതേ ദിവസം തന്നെ ചാമക്കാലയിൽ റോഡിൽ രൂപപ്പെട്ട കുഴിയടക്കാൻ വേണ്ട സാധനങ്ങൾ സൗജന്യമായി നൽകുകയും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ആലിക്കോയക്കായ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒക്ടോബർ 25 വെള്ളിയാഴ്ച തോറും വയോജനങ്ങൾക്കായി ചെലവൂർ ഹെൽത്ത് സെൻ്ററിൽ നടക്കുന്ന സ്ഥിരം മെഡിക്കൽ ക്യാമ്പിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യാൻ വേണ്ട പേപ്പർ കവറുകൾ നന്മ റെസിഡൻസ് അസോസിയേഷൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി. ഹെൽത്ത് സെൻ്ററിൽ വെച്ച ലളിതമായ ചടങ്ങിൽ ഷാംനവാർ, ശശിധരൻ, ബഷീർ, വിനീഷ്, പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 22 ഏകദിന വിനോദയാത്ര. പാലക്കാട്, മലമ്പുഴ, വരിക്കാശ്ശേരി, മന എന്നിവിടങ്ങൾക്കായി നന്മ കുടുംബങ്ങൾക്കായി ഒരു ഏകദിന വിനോദയാത്ര സംഘടിപ്പിച്ചു. 40 മുതിർന്നവരും 5 കുട്ടികളും അടക്കം വിനോദയാത്രയിൽ പങ്കെടുത്തു. 3 നേരം ഭക്ഷണവും യാത്രാ ചെലവും പ്രവേശന ഫീസും അടക്കം ഒരാളിൽ നിന്ന് 1000 രൂപയാണ് വാങ്ങിയത്. ബാക്കി വരുന്ന തുക റെസിഡൻസ് അസോസിയേഷൻ ഫണ്ടിൽ നിന്നാണ് എടുത്തത്. പങ്കെടുത്തവരെല്ലാം തന്നെ നല്ല രീതിയിൽ ആസ്വദിച്ച ഒരു യാത്രയായിരുന്നു. പാട്ടും ഡാൻസും എല്ലാമായി വളരെ നല്ല രീതിയിൽ യാത്ര നടന്നു. ഡിസംബർ 30 ക്രിസ്മസ് പുതുവത്സരാഘോഷം. ക്രിസ്തുമസ് പുതുവത്സരാഘോഷം അരീക്കൽ അഷ്റഫ്ക്കായുടെ വീട്ടുമുറ്റത്ത് നടന്നു. പെട്ടെന്ന് തീരുമാനിച്ച പരിപാടിയായിരുന്നു. സാധാരണ നമ്മുടെ വാർഷികാഘോഷത്തിൽ വെച്ചാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്താറ്. എന്നാൽ ഈ വർഷം നമ്മുടെ വാർഷികാഘോഷം ഫെബ്രുവരി ആയതിനാൽ ഒരു പ്രത്യേക പരിപാടിയായി പ്രത്യേകം നടത്തുകയായിരുന്നു. കേക്ക് കട്ടിങ്ങും വെടിക്കെട്ടും ചായയും ലഘുഭക്ഷണവുമായി കൊച്ചു പരിപാടികളുമായി പരിപാടി നടന്നു.
പരിപാടിയുടെ പ്രചരണത്തിന് പ്രത്യേക പ്രവർത്തനം നടത്തിയിരുന്നില്ല. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ മാത്രമേ പബ്ലിസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നല്ല രീതിയിൽ പരിപാടിക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു. നമ്മുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് CM ജംഷീർ കേക്ക് കട്ട് ചെയ്തു പരിപാടി ഉദ്ഘാടനം നടത്തി. പരിപാടി വിജയത്തിനായി പ്രവർത്തിച്ച മുഴുവൻ പേർക്കും നന്മയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ പരിധിയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ CCTV വയ്ക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ആശാരിയിറക്കൽ മുതുമൽ റോഡിൽ മാച്ചിങ്ങരയ്ക്കും അരീക്കൽ മീത്തലിനും ഇടയിൽ 3 CCTV ക്യാമറകൾ സ്ഥാപിച്ചു. സ്ഥിരമായി മാലിന്യ നിക്ഷേപം നടക്കുന്ന ഒരു സ്ഥലമാണിത്. ക്യാമറകൾ സ്ഥാപിക്കാൻ സ്ഥലം വിട്ടു നൽകുകയും വീട്ടിലെ CCTV നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ അനുമതി നൽകുകയും ചെയ്ത കുറുപ്പംതൊടികയിൽ ശ്രീരാജനും കുടുംബത്തിനും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ക്യാമറ സ്ഥാപിച്ച് പ്രവർത്തനക്ഷമമാക്കിയ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിട്ടുള്ള അരീക്കൽ അരുണിനും നന്മയുടെ നന്ദി അറിയിക്കുന്നു. CCTV സ്ഥാപിക്കാൻ സാധനങ്ങളുടെ പണം മാത്രമാണ് അരുൺ ഈടാക്കിയത്. 2025 ജനുവരി 19 ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ നയിക്കുകയും കപ്പ് ഉയർത്തുകയും ചെയ്ത ചെലവൂർ സ്വദേശി അബ്ദുൾ റഹീമിനെ ആദരിക്കുന്ന ചടങ്ങ് സംസ്കാര ചെലവൂർ സംഘടിപ്പിച്ചിരുന്നു. സംസ്കാരിയുടെ ക്ഷണപ്രകാരം നന്മയുടെ പ്രതിനിധിയായി സുന്ദരേട്ടൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസ്കരിച്ചു. പിന്നെ ഈ ഒരു വർഷത്തെ കാലയളവിൽ നമ്മുടെ നന്മയുടെ പുതിയ അംഗങ്ങളായി ഏകദേശം 18 കുടുംബങ്ങൾ കൂടി നമ്മുടെ നന്മയിലേക്ക് പുതുതായി വന്നിട്ടുണ്ട്. ഇതടക്കം മൊത്തം 205 വീടുകളാണ് ഇപ്പോൾ നന്മയുടെ മെമ്പർഷിപ്പിലുള്ളത്. കൂടാതെ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ മെമ്പർമാരുടെ വീടുകളിൽ നടന്നിട്ടുള്ള ക്ഷണിക്കപ്പെട്ട വിവാഹങ്ങളിൽ പങ്കെടുക്കുകയും നന്മയുടെ സ്നേഹ സമ്മാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മരണവീടുകൾ സന്ദർശിച്ച് അനുശോചനം അറിയിക്കുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷണ കിറ്റ് നൽകുന്നുണ്ട്. കൂടാതെ അപകടങ്ങളിൽപ്പെട്ടവർക്ക് മറ്റ് അസുഖബാധിതരുമായ ബുദ്ധിമുട്ടുള്ളവർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം പണമായും മരുന്നായും സഹായങ്ങൾ നൽകിയിരുന്നു. ഇതിൻ്റെ എല്ലാം വിശദമായ കണക്ക് വരവ് ചിലവ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ കോർപ്പറേഷൻ അധികാരികളും വാർഡ് കൗൺസിലറും ജില്ലാ ഭരണകൂടവും നൽകുന്ന വിവരങ്ങൾ മെമ്പർമാരെ കൃത്യമായി അറിയിക്കുകയും അവർ വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ നന്മയുടെ പ്രതിനിധികളായി പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ ചെലവൂരിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നന്മയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. തണലിടം കേന്ദ്രീകരിച്ച് നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ, വായനശാല പ്രവർത്തനങ്ങൾ, ചെലവൂരിൽ നടക്കുന്ന മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം നന്മയുടെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. പ്രിയമുള്ളവരെ, 2024 ജനുവരി മുതൽ നടത്തിയ നന്മയുടെ പ്രവർത്തനങ്ങളുടെ ഒരു റിപ്പോർട്ടാണ് നിങ്ങളുടെ മുന്നിൽ പരിശോധനയ്ക്കായി വെക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവ ശ്രദ്ധയിൽപ്പെടുത്താനും പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പോരായ്മകളോ പാളിച്ചകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ ചൂണ്ടിക്കാട്ടാനും അതോടൊപ്പം തന്നെ നല്ല പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനും ഈ ഒരു അവസരം ഉപയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പുതുതായി നിലവിൽ വരുന്ന കമ്മിറ്റിക്ക് അവരുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ അവ സഹായിക്കും. മുഴുവൻ നന്മ കുടുംബാംഗങ്ങളുടെയും പരിശോധനയ്ക്കും പരിഗണനയ്ക്കുമായി ഈ റിപ്പോർട്ട് ജനറൽ ബോഡി മുമ്പാകെ സമർപ്പിക്കുന്നു. നമുക്കിതിൻ്റെ ഈ ഒരു ചർച്ചയ്ക്ക് മുമ്പ് നമുക്കൊരു അനുശോചന സന്ദേശം വായിക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ കൗൺസിലർ നമ്മളെ ഈ ഒരു വർഷത്തെ പ്രവർത്തനത്തിൽ നമുക്ക് കട്ട സപ്പോർട്ടായി നിന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻനിരയിൽ തന്നെ നിന്ന് പ്രവർത്തിച്ച് നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സർക്കാർ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ റെസിഡൻസിനുള്ളിൽ തന്നെ ഉള്ള കൗൺസിലർ എന്ന നിലയ്ക്കല്ല, മൊത്തത്തിൽ പൊതുവായ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഉള്ളിൽ നമുക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏത് കാര്യങ്ങൾക്ക് വിളിച്ചാലും നമ്മളെ കൂടെ ഉണ്ടാകുന്ന ഒരു കൗൺസിലറാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഷാനവാസ്, പ്രസിഡന്റ് ശശിയേട്ടൻ, കൗൺസിലർ ജംഷീർ ഖാൻ, വനിതാ വിംഗ് സെക്രട്ടറി പങ്കജ്, മറ്റു നന്മ കുടുംബാംഗങ്ങളെ, നമ്മളെ 2024 ഫെബ്രുവരി മുതൽ 2025 ഫെബ്രുവരി 24 വരെയുള്ള വരവ് ചെലവ് കണക്കാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. വരവ് ഈ കമ്മിറ്റി ഏറ്റെടുക്കുന്ന സമയത്ത് ചെലവൂർ ബാങ്കിൽ 14,814 രൂപ ഉണ്ടായിരുന്നു. മെമ്പർഷിപ്പ് ഇനത്തിൽ
39,300 രൂപ. ചാരിറ്റി ഇനത്തിൽ 11,450 രൂപ. പരസ്യം വകയിൽ 500 രൂപ. നമ്മുടെ കുറി നടത്തിയ വകയിൽ നമുക്ക് കിട്ടിയത് 3,26,870 രൂപ. നമ്മൾ ടൂറിന് വേണ്ടി വരവ് വന്നത് 43,500 രൂപ. അങ്ങനെ മൊത്തം 4,36,434 രൂപയാണ് വരവ് വന്നത്. ചെലവിൽ നമുക്ക് റീത്ത് വകയിൽ 1,300 രൂപ, ഗിഫ്റ്റ് വാങ്ങിയ വകയിൽ 4,510, DTP പ്രിൻറ്റിങ് മൊത്തം 7,670, വിഷു ആഘോഷം 17,714 രൂപ, SSLC+2 അവാർഡ് അതിനുവേണ്ടി 18,030 രൂപ, ഓണാഘോഷം 20,650 രൂപ, ടൂറ് വകയിൽ മൊത്തം 61,050 രൂപ, ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടി 8,571 രൂപ, കുറി മൊത്തം ചെലവ് 29,676 രൂപ, ചാരിറ്റി കൊടുത്ത വകയിൽ 7,200 രൂപ, മറ്റു ചെലവുകൾ 23,656 രൂപ. അങ്ങനെ മൊത്തം ചെലവ് 2,03,381 രൂപയാണ് ചെലവ്. നമ്മൾ ചെലവൂർ ബാങ്കിൽ ബാലൻസ് ഉള്ളത് 1,15,319 രൂപ. കൊടിയത്തൂർ ബാങ്കിൽ 96,370 രൂപ. കയ്യിലുള്ളത് 21,364 രൂപ. അങ്ങനെ മൊത്തം 4,36,434 രൂപയാണ് നമ്മുടെ കണക്ക്, വരവ് ചെലവ് കണക്ക്. ഇത്രയാണ് ഈ വരവ് ചെലവ് കണക്ക്. വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർക്ക് നമസ്കാരം. 2024 വർഷത്തെ വനിതാ വിംഗ് പ്രവർത്തന റിപ്പോർട്ട് അവതരണം. വനിതാ വിംഗിലെ ഭാരവാഹികൾ: പ്രസിഡന്റ് സുഹറ, സെക്രട്ടറി പങ്കജം, ട്രഷറർ കവിത. 25 വനിതാ അംഗങ്ങളും 3 രക്ഷാധികാരികളും കൂടി കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി യോഗങ്ങൾ എല്ലാ മാസത്തിലെ 2ാം ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് വനിതാ വിംഗ് മെമ്പർമാരുടെ വീടുകളിൽ വെച്ചാണ് നടത്തുന്നത്. അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വനിതാ വിംഗിൻ്റെ സാന്നിധ്യവും സഹകരണങ്ങളും ഉണ്ടായിരുന്നു. 2024 പുതിയ 6 അംഗങ്ങളെ ചേർത്തി. റെസിഡൻസിൻ്റെ ധനസഹായത്തിൻ്റെ ഭാഗമായി സമ്മാനക്കുറി നടത്തുവാൻ തീരുമാനിച്ചു. വിംഗിലെ മെമ്പർമാർക്ക് കുറേ പേരുകളെ ചേർത്തുവാൻ സാധിച്ചു. അസോസിയേഷൻ്റെ വിഷു, റംസാൻ, ഈസ്റ്റർ പരിപാടി നടത്തിയതിൽ അംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണങ്ങളും ഉണ്ടായിരുന്നു. മഴക്കാലത്തിന് മുമ്പേ അസോസിയേഷൻ്റെ പരിധിയിൽപ്പെട്ട റോഡുകളുടെയും വഴികളുടെയും ശുചീകരണ പ്രവർത്തനത്തിൽ വനിതാ വിംഗ് അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. അംഗൻവാടി പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ഉഷസ് അംഗൻവാടി, മഹാത്മാ അംഗൻവാടി എന്നിവയുടെ ശുചീകരണ പ്രവർത്തനങ്ങളിലും സമ്മാനദാന ചടങ്ങിലും വനിതാ വിംഗ് അംഗങ്ങൾ പങ്കെടുത്തു. 2024 അധ്യയന വർഷത്തിലെ SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും USS-LSS നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുമുള്ള അനുമോദന ചടങ്ങിൽ വനിതാ വിംഗ് അംഗങ്ങൾ സജീവമായി. ആ ചടങ്ങിൽ വെച്ച് ഒരു മോട്ടിവേഷൻ ക്ലാസും അസോസിയേഷൻ സംഘടിപ്പിച്ചു. പാചകവാതക ഗ്യാസ് മസ്റ്ററിംഗ് കേങ്ങര ബബിത ബബീഷിൻ്റെ വീട്ടിൽ വെച്ച് നടത്തി. അതിൽ ചെലവൂരിൽ കുറേ പേർക്ക് ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്തു കൊടുക്കുവാൻ സാധിച്ചു. അതിൽ വിങ്ങിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15-ാം തീയതി കൊത്തളാത്ത് മുക്കിൽ വെച്ച് ദേശീയ പതാക ഉയർത്തി. അതിൽ മെമ്പർമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 17ാം വാർഡ് മൊബൈൽ സാക്ഷരതയുടെ ഭാഗമായി കറണ്ട് ബിൽ, കുടിവെള്ളത്തിൻ്റെ ബില്ല് എന്നിങ്ങനെയുള്ള ഓൺലൈൻ ബില്ലിങ്ങിന് വേണ്ടിയുള്ള ക്ലാസ്സിൽ വനിതാ വിംഗ് അംഗങ്ങൾ പങ്കെടുത്തു. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ചുറ്റുമുള്ള പ്രദേശത്തെ റോഡുകളും വഴികളും വൃത്തിയാക്കുന്ന പ്രവർത്തനത്തിൽ വനിതാ വിംഗ് അംഗങ്ങൾ പങ്കെടുക്കുകയും അവരവരുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നതിൽ മുൻകൈയെടുക്കുകയും ചെയ്തു. ഹെൽത്ത് സെൻ്ററിലെ രക്തനിർണയ ക്യാമ്പിൻ്റെ ഭാഗമായി നടന്ന വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന വിവാഹ പദ്ധതിയുടെ ഭാഗമായി ചെലവൂർ ഹെൽത്ത് സെൻ്ററിൽ
ചെലവൂർ ഹെൽത്ത് സെൻ്ററിൽ സംഘടിപ്പിച്ച 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ HB പരിശോധനാ ക്യാമ്പ് അരീക്കൽ സുഹറ ആലിക്കയുടെ വീട്ടിൽ വെച്ച് നടത്തുകയും ചെയ്തു. അതിൽ വിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള സാന്നിധ്യം ഉണ്ടായി. ചെലവൂരിനെ മനോഹരമാക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ ചെടിച്ചട്ടികൾ വാങ്ങി ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. ഡിസംബർ 30 അരീക്കൽ ശ്രീ അഷറഫിൻ്റെ വീട്ടിൽ വെച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിൽ വനിതാ വിങ്ങിൻ്റെ സാന്നിധ്യം ഉണ്ടായി. അസോസിയേഷൻ്റെ വാർഷിക ആഘോഷം വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വനിതാ വിങ് അംഗങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പുതുവർഷം 2025 നമ്മൾക്ക് ഒത്തുചേർന്ന് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ. അതിനായി നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. നന്ദി. നമ്മുടെ നന്മ റെസിഡൻസ് ഒരു വർഷം കാലം വരെ നടത്തിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വായിച്ചത്. ഒരു വർഷക്കാലം ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു മോശമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു നന്ദി അറിയിക്കാൻ വേണ്ടിയാണ് ഈ മൈക്ക് വാങ്ങിയത്. അതായത് ഈ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെയും വനിതാ വിങ്ങിൻ്റെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഇത്രയും പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചതിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ആ നന്മ റെസിഡൻസിൻ്റെ ഒരു ഒരുമയും കൂടിയാണ് ഇത് വിളിച്ചുണർത്തുന്നത്. കാരണം ഇത്രയും പരിപാടികൾ നല്ല ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ നല്ല രീതിയിൽ ഈ കമ്മിറ്റിക്ക് വിജയിപ്പിക്കാൻ നമ്മുടെ നന്മ റെസിഡൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യമൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മൈക്ക് വാങ്ങി പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരും കുറ്റമായിട്ടോ അതൊരു നെഗറ്റീവായിട്ടോ എടുക്കണ്ട, ഒരു പോസിറ്റീവായിട്ട് എടുത്താൽ മതി. നമ്മുടെ വനിതാ വിങ്ങിൻ്റെ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ച്, പക്ഷേ അതിൽ വനിതാ വിങ് നല്ലൊരു ശക്തിയും നല്ല കഴിവുമുള്ള വനിതകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയും കൂടിയാണത്. പക്ഷേ അവരുടേതായ ഒരു പ്രവർത്തനങ്ങളും ആ റിപ്പോർട്ടിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പരിശീലനമോ അതേപോലെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നമ്മുടെ വനിതാ റെസിഡൻസിലെ വനിതകളെ കുറച്ചും കൂടി പൊതുരംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വനിതാ വിങ്ങിലെ ആളുകൾ ഒന്നും കൂടെ ഊർജ്ജസ്വലതയോടു കൂടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരുടേതായ ഒരു കമ്മിറ്റി ഉള്ളിടത്തോളം കാലം അവർക്ക് പുതുതായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ആരും നെഗറ്റീവായി എടുക്കണ്ട, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. എന്തായാലും ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നന്മ റെസിഡൻസിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ ഈ റെസിഡൻസിലെയും 17-ാം വാർഡിലെയും ആശാവർക്കറാണ്. ഞങ്ങളുടെ ഹെൽത്ത് സെൻറ്ററിലേക്ക് എന്താവശ്യം നന്മ റെസിഡൻസോട് പറഞ്ഞാലും ഇതുവരെ നോ എന്ന ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അവരോട് എന്താവശ്യങ്ങൾ പറഞ്ഞാലും അവർ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിന് വേണ്ടി പൂർണ്ണ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും തന്നത്. ഇനിയും ഇതേപോലെ സപ്പോർട്ടുകൾ തരണമെന്നാണ് എനിക്ക് ആശാവർക്കർ എന്ന രീതിയിൽ പറയാനുള്ളത്. ആരുമില്ലെങ്കിൽ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും കൈയടിച്ച് പാസ്സാക്കാവുന്നതാണ്. അത് പെട്ടെന്ന് വന്ന് അല്ലേ കയ്യടി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നന്മയുടെ പ്രസിഡന്റ്, നന്മയുടെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മാരായിൽ ശശിയേട്ടൻ, അതുപോലെ ഇതിൻ്റെ സെക്രട്ടറി ഷംനവാസ്, ട്രഷറർ ബഷീർ, വനിതാ സബ് കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ സന്നിധരായിട്ടുള്ള ഇതിൻ്റെ രക്ഷാധികാരികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റ് ഭാരവാഹികൾ, നല്ലവരായ നാട്ടുകാർ. നന്മയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ സദസ്സിലും ഇങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കുമ്പോൾ അതൊരു അനൗചിത്യമല്ലേ എന്നുള്ളത് കൊണ്ട് വല്ലാണ്ട് നന്നാക്കി പറയുന്നില്ലെങ്കിലും, അത് നന്നാക്കി പറയാനില്ലാത്തത് കൊണ്ടല്ല, എല്ലാ തവണയും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നത് വല്ലൊരു പുകയത്തലാണോ. പക്ഷേ ചില കാര്യം എന്നാലും പറയാതിരിക്കാനും പറ്റൂലല്ലോ. ഒന്ന്, ഒരു അഭിമാനം തോന്നുന്ന വെച്ചാൽ ഞാനും ഒരു നന്മ അംഗമാണ്. ആ നന്മ പല റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളും എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല. മിക്കവാറും റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനം ആരംഭശൂരിത്വം ഉണ്ടാവും, പിന്നീടത് അതിൻ്റെ വഴിക്ക് പോവും. കുട്ടികൾ സംസാരിക്കരുത്, മൊബൈൽ ഫോൺ നോക്കി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുക,
സംസാരിച്ചിട്ടായിരിക്കുക അല്ല. ഇനിയുള്ള കലാപരിപാടികളൊക്കെ വരാൻ പോവാണ്. അപ്പം ഞാൻ പറയണത് പലതും കടലാസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കടലാസിലും പിന്നെ ചില ആളുകൾ പിന്നെ ഈ സദസ്സ് കിട്ടാൻ വേണ്ടിയും ഒക്കെ നടത്തുന്ന റെസിഡൻസുകളൊക്കെ സർവ്വസാധാരണമാണ്, ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മുടെ നന്മ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെ കടലാസ് പുലിയല്ല. യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന നന്മ നിറഞ്ഞ റെസിഡൻസ് അസോസിയേഷനാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം കുറച്ച് പേരുകൾ പറയുമ്പോൾ മറ്റ് പേരുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കരുത്. ഇവിടെ ചെലവൂരിലെ കൗൺസിലറായി ഞാൻ 4.5 കാലത്തോളം പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ഏറ്റവും നല്ല പിന്തുണ ലഭിച്ചത്, സാമൂഹിക പ്രവർത്തനത്തിൽ വലിയ ഇടപെടലുള്ളതായി തോന്നിയത് നന്മ റെസിഡൻസ് അസോസിയേഷനാണ്. അതിൽ കുറച്ച് പേരുകൾ ഞാനിപ്പോൾ ഉദാഹരണത്തിനും, അപ്പോൾ നമ്മൾ വറ്റെടുത്ത് നോക്കുന്നത് പോലെ ചില കാര്യം, എല്ലാ കാര്യം പറഞ്ഞില്ലല്ലോ, ചില കാര്യം പറയാം. ഈ റെസിഡൻസിൻ്റെ മുഖങ്ങളായിട്ടുള്ള വിവിധ പേരുകളിൽ ഒന്ന് മാലായിൽ ശ്രീനിയേട്ടൻ, അതുപോലെ മുഹമ്മദ് അഷ്റഫ് ഖാ, നമ്മുടെ ഇവിടെ സദസ്സിലിരിക്കുന്ന മാലായിൽ ശശിയേട്ടൻ, ഇവിടെ ഷാംനവാസ് ഇതിൻ്റെ സെക്രട്ടറി, അങ്ങനെ തുടങ്ങി കുറേ പേർ, സുന്ദരേട്ടൻ, അങ്ങനെ പറഞ്ഞാൽ കുറേ പേരുണ്ടാവും. ഇവരിൽ ആരെയാണ് പറയേണ്ടതെന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് ശങ്കിച്ചു പോകും. ഈ ചെലവൂരിൻ്റെ മിനുക്കിയെടുക്കുന്നതിലുള്ള വലിയ പ്രവർത്തനങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഒരു വാർഷികത്തിൽ വന്ന് അടുത്ത വാർഷികത്തിന് വന്നാൽ മതി, അല്ലെ സ്വാഗതം പറയാനും പ്രസംഗിക്കാനും നിന്നാൽ മതി. ഇവരെല്ലാം ചെലവൂരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഞാൻ മിക്കവാറും രാവിലെ കാണുന്നത് നന്മയുടെ സെക്രട്ടറി ചെലവൂരിലെ ചെടി നനയ്ക്കുന്നതായിട്ടാണ്. ചെലവൂരിലെ നമ്മുടെ സ്കൂളിനടുത്തുള്ള റോഡ് പക്കത്തുള്ള ചെടി, സ്വന്തം വീട്ടിലെ ചെടിയല്ല. മാലായിൽ ശശിയേട്ടനും ആച്ചിക്ക് പിന്നെ അതുപോലെ ശ്രീനിയേട്ടനൊക്കെ ഗ്രൗണ്ടിലിറങ്ങിയിട്ട് ആ ഗ്രൗണ്ടിലെ പ്ലാസ്റ്റിക്കുകൾ പെറുക്കുന്നതാണ്. നമ്മുടെ പുഴയുടെ തീരം വൃത്തിയാക്കുന്നതാണ്. നമ്മുടെ അജിയേട്ടൻ, മുണ്ടയോട്ട് അജിയേട്ടൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ പ്ലാസ്റ്റിക് പെറുക്കുന്നതായിട്ടാണ്, തണലിടം ശുചീകരിക്കുന്നതായിട്ടാണ്. ഏത് പ്രവർത്തനത്തിനകത്താണുള്ളത്? വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. അങ്ങനെ മനസ്സുകൊണ്ട് നന്മ നിറഞ്ഞ റെസിഡൻസ് അസോസിയേഷനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല, അത് ആവർത്തനമാണെങ്കിൽ പോലും. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഓരോ ഭാരവാഹികളും ഇതിൻ്റെ മത്സരിച്ച് നന്മ ചെയ്തുകൊണ്ടിരിക്കുക. അത് കാട്ടിക്കൂട്ടലിന് വേണ്ടിയല്ല. നമ്മുടെ പ്രസിഡന്റ് ശരിക്കൊരു ചിലവൊക്കെ തരേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതെന്തിനാന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തിക്കുന്ന മേഖലയിൽ വലിയ ഉയർച്ചയൊക്കെ കിട്ടി നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെയും സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനമാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ കാലയളവിലും നല്ല പ്രവർത്തനം നമുക്ക് നമ്മുടെ റെസിഡൻസ് പരിധിയിൽ നടത്താൻ വേണ്ടി സാധിച്ചു. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ബന്ധം ദൃഢമാവുകയുള്ളൂ, നമുക്ക് സാംസ്കാരിക മേഖലയിൽ ഇടപെടാൻ പറ്റുള്ളൂ, നമുക്ക് സാമൂഹിക മേഖലയിൽ ഇടപെടാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു മത്സരബുദ്ധിയില്ലാതെ ഈ നാടിനെങ്ങനെ നന്മ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളുകളെ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. പിന്നെ നേതൃത്വം കൊടുക്കാൻ ഇവിടെ മുതിർന്ന വ്യക്തികളായിട്ടുള്ള ഒട്ടനവധി പേർ, നമ്മുടെ മുഹമ്മദ് ഖാനെ പോലെയുള്ള, ആലിക്കോയക്ക പ്രത്യേകിച്ച് എടുത്ത് പറയണം, നല്ല ഒരു ആസ്വാദന മനസ്സും കലാമനസ്സുമുള്ള ആലിക്കോയക്ക പോലെയുള്ള ഒട്ടനവധി പേർ നമ്മുടെ ഈ സദസ്സിലും വേദിയിലുമൊക്കെ തന്നെയുണ്ട്. അത് നമ്മുടെ എല്ലാവരെയും ഞാൻ എടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അവരുടെ എല്ലാം നേതൃത്വത്തിൽ കൂട്ടായ്മയോടുകൂടി ഈ റെസിഡൻസ് അസോസിയേഷനെ ഇനിയും നയിക്കാൻ പുതുതായി വരുന്ന കമ്മിറ്റിക്ക് സാധിക്കട്ടെ. ഏതായാലും ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കകത്തും ഇനി ഇതേ സദസ്സിൽ ഇവിടെ മുതുമക്കുന്ന് വാട്ടർ ടാങ്കിന് സമീപമെന്നാണല്ലോ വെച്ചത്. അടുത്ത ആഴ്ച ഈ വാട്ടർ ടാങ്ക് നമ്മുടെ ബഹുമാന്യയായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ നവീകരിച്ച ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. നല്ലൊരു പിന്നെ ആധുനിക രൂപത്തിലുള്ള കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രൗണ്ടിന് പുനർജീവിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഈ നാടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളിലും മറ്റും നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ള സൗന്ദര്യ പ്രവർത്തനം ഇപ്പം നമ്മുടെ ചെലവൂർ സ്കൂളിലൊക്കെ തന്നെ ചെടി വെച്ചത്, ചെലവൂർ സ്കൂളിൽ ക്ലോക്ക് ടവറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ചെടി വെച്ച് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നന്നായി എന്നെ സഹായിച്ച റെസിഡൻസ് അസോസിയേഷനാണ്. നമ്മുടെ പുഴ ഒന്ന് ശുചീകരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ആച്ചിക്കായുടെയും ശ്രീനിയേട്ടൻ്റെയും ഒക്കെ ടീമുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ചില വാട്സപ്പ് കൂട്ടായ്മകൾ എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടി ഒരു തീയതി പറയും. അതിനകത്ത് എല്ലാവർക്കും വരാം. സ്ത്രീകളാണ് എന്ന് കരുതിയിട്ട് വരാതിരിക്കരുത്. വനിതാ വിങ്ങിനോട് പ്രത്യേക അഭ്യർത്ഥിക്കുകയാണ്. ഒരു ദിവസം അറിയിക്കും.
അപ്പോൾ അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടുന്ന സമയത്ത് എല്ലാവരും മുണ്ടും മടക്കുത്തി വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവർക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ, നന്മ കുടുംബാംഗങ്ങളെ, നമ്മൾ 1.5 മണിക്കൂർ ലേറ്റാണ്, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നിൽ അർപ്പിതമായ നന്ദി രേഖപ്പെടുത്തുന്നതിലേക്ക് ഞാൻ നേരിട്ട് കടക്കുകയാണ്. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഒരു സെൻറ്റൻസ് മാത്രം ഞാൻ പറയുന്നു. നന്മയുടെ വാർഷികാഘോഷ പരിപാടിയായ നന്മോത്സവത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഒരുമയും സൗഹൃദവും പങ്കിട്ടു നടക്കുന്ന നമ്മുടെ നന്മ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഉള്ള അഭിമാനം ഞാനിവിടെ പറയുകയാണ്. ആദ്യം തന്നെ ആ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നന്മോത്സവം വാർഷിക പരിപാടിയോടനുബന്ധിച്ച് നടന്ന ജനറൽ ബോഡി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് ശശിയേട്ടന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീ CM ജംഷീർ, നന്മയുടെ സെക്രട്ടറി ഷാനുവേട്ടൻ, ട്രഷറർ ബഷീർക്ക, വനിതാ വിംഗ് പ്രസിഡന്റ് സൂറത്ത, സെക്രട്ടറി പങ്കജേച്ചി, നന്മയുടെ രക്ഷാധികാരികൾ, കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന ഓരോ നന്മ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്മയുടെ നന്മോത്സവം പരിപാടി നടത്തുന്നതിനായി നമുക്ക് സ്ഥലം അനുവദിച്ചു തന്ന മാലായിൽ ശ്രീ ചന്ദ്രേട്ടനും കുടുംബത്തിനും, ഒപ്പം മാലായിൽ വാസുവേട്ടനും കുടുംബത്തിനും, അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട വെള്ളവും ഭക്ഷണം പാകം ചെയ്യുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന മുതുമൽ വിജയൻ അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ആഘോഷരാവ് നന്മോത്സവം ഇത്രയും കളറാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അപ്സര ലൈറ്റ് ആൻഡ് സൗണ്ട്സിനും നന്മയുടെ ഹൃദയം തൊട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഒപ്പം ഒരു കുടുംബത്തിനെ കൂടി വിട്ടുപോയി, മനോജേട്ടനും കുടുംബവും പറയാതിരിക്കുവാൻ വയ്യ, അവർക്കും നന്മയുടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു. ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ചുമതലയാണ് കിട്ടിയിട്ടുള്ളത്. പുതിയ ഒരു കമ്മിറ്റി നിലവിൽ വരേണ്ടതുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഒരു ചെറിയ ജനറൽ ബോഡിയിലുള്ള ഒരു ചെറിയ വിമർശനം നേരത്തെ പറഞ്ഞല്ലോ. ഇത്രയും ദീർഘമായൊരു റിപ്പോർട്ട് വെച്ചിട്ട് ആർക്കും വിമർശിക്കാനൊന്നുമില്ല എന്നുള്ളത് മോശമാണ്. പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ വിമർശനം ഉണ്ടാവും, പ്രോത്സാഹനം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഏതായാലും ഇത്രയും നല്ല ജനപങ്കാളിത്തത്തോടുകൂടി നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ആ ജനറൽ ബോഡി മുമ്പാകെ ഇവിടെ ഒരു ഔദ്യോഗിക പാനൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ പാനൽ ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ള നിലക്ക് അവതരിപ്പിക്കുകയാണ്. അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കൈയടിച്ച് പാസ്സാക്കാം. ആദ്യം അത് 25 അംഗ കമ്മിറ്റിയുടെ ഒരു പാനലാണ്. ആ അംഗസംഖ്യ അംഗീകരിക്കല്ലേ? ആണെങ്കിൽ കൈയടിക്കാം. അപ്പോൾ പാനൽ വായിക്കാൻ പോവാണ്. 1 അഷ്റഫ് അരീക്കൽ, ശശിധരൻ മാലായിൽ, ഷിംജിത്ത് മേത്തലാട്ട്, സുധാ വേണുരാജ് കൊല്ലറയ്ക്കൽ, ബഷീർ മാച്ചിങ്ങര, ഷാംനവാസ് KR കുഴമ്പുറത്ത്, സുനീഷ് മുതൂമൽ, സുധീഷ് വെളുത്തേടത്ത്, പ്രശാന്ത് അരീക്കൽ, വിനീഷ് മുതൂമൽ, സുന്ദരൻ പിനാസ്, ആലിക്കോയ ആശാരിറക്കൽ, പ്രസാദ് മാലായിൽ, മിഥുൻലാൽ മുതൂമൽ, സഹദേവൻ മാലായിൽ, ഷിബു പുൽപ്പറമ്പിൽ, ജിറ്റേഷ് മേത്തലാട്ട്, അജി മുണ്ടയോട്ട്, ബാലൻ മുതൂമൽ, കവിത രാമേന്ദ്രൻ മുതൂമൽ, ബിനീഷ് മാച്ചിങ്ങര, ബബിത ബബീഷ് കേങ്ങര, ഇബ്രാഹിം അരീക്കൽ, സജിത ജയപ്രകാശ് വെളുത്തേടത്ത്, ചന്ദ്രൻ പുൽപ്പറമ്പിൽ. ഇതാണ് പാനൽ. ഈ പാനൽ നിങ്ങളെല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ കൈയടിച്ച് പാസ്സാക്കാം. പറയുമ്പോഴേക്ക് തന്നെ പാസ്സായി കഴിഞ്ഞു. അപ്പോൾ ഈ കമ്മിറ്റിയാണ് ഇനി പുതിയ ഭാരവാഹികളെ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അവരെ ഈ കമ്മിറ്റിയിൽ പേര് വിളിച്ചിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്ന് ഇവിടെ സ്റ്റേജിലേക്ക് വന്ന് ഇവിടെ വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതൊരു മിനിറ്റ് നേരത്തെ ഒരു പ്രോസസ്സിംഗ് ആണ്. അതിനെല്ലാവരും വരിക. വളരെ പെട്ടെന്ന് ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ഊർജ്ജസ്വലതയോടുകൂടി
ഈ നന്മ റെസിഡൻസിന് നേതൃത്വം കൊടുക്കേണ്ട ഇതിൻ്റെ ഭാരവാഹികളെ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്തത് ഞാനിവിടെ അറിയിക്കുകയാണ്. പ്രസിഡൻ്റായിട്ട് ഇതിൻ്റെ പ്രസിഡൻ്റ് കൂടിയായി സ്ഥാപക സെക്രട്ടറി ആയിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള അഷ്റഫ് കെ ആണ്, അരീക്കൽ അഷ്റഫ് ക. വൈസ് പ്രസിഡൻ്റുമാരായിട്ട് ശശിധരൻ മാലായിൽ, ഷിംജിത്ത് മേത്തലാട്ട്, സുധാ വേണുരാജ്. ജനറൽ സെക്രട്ടറി ആയിട്ട് ബഷീർ മാച്ചിങ്ങര. ജോയിൻറ്റ് സെക്രട്ടറിമാരായി ശ്യാംനവാസ് കോഴമ്പുറത്ത്, സുനീഷ് മുതൂമൽ, സുധീഷ് വെളുത്തേടത്ത്. ട്രഷററായിട്ട് പ്രശാന്ത് അരീക്കൽ. ഇതാണ് നിങ്ങളുടെ പുതിയ ഭാരവാഹികൾ. ബാക്കി ഇതിൻ്റെ പുതിയ ഭാരവാഹികൾ അതിൻ്റെ രക്ഷാധികാരികളെ കൂടെ വായിക്കാം. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് CM ജംഷീർ, ശ്രീനിവാസൻ മാച്ചിങ്ങര, മുഹമ്മദ് VM, ഗോപിറാം അരീക്കൽ, കോയ കൊല്ലറക്കൽ, വേണുരാജ് കൊല്ലറക്കൽ, ഡോക്ടർ രാമേന്ദ്രൻ മുതൂമൽ. ഈ 7 രക്ഷാധികാരികളും ഇതിനുണ്ടാവും. ഇനി ഇതിൻ്റെ സബ് കമ്മിറ്റി പാനൽ വായിക്കുകയാണ്. സബ് കമ്മിറ്റി പാനൽ യഥാർത്ഥ സെക്രട്ടറിയാണ് വായിക്കേണ്ടത്. ഞാൻ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വായിക്കുന്നു. സുഹറ ആലിക്കോയ, ഷീന മുരളി, പങ്കജം, കാർത്തിക, സത്യഭാമ, ജിഷ ഷാജി, രത്ന സദാനന്ദൻ, ബേബി സുന്ദരൻ, ബേബി സദാനന്ദൻ, ബബിത ബബീഷ്, രേഷ്മ ഷിംജിത്ത്, പത്മജ, ശ്രുതി, ശില്പ, പ്രസീത, സിന്ധു, ശോഭ, ഷോണ, ഫൗസിയ, അമൃത, വിൻസി, വിജി. ഇതാണ് ഇതിൻ്റെ സബ് കമ്മിറ്റി ഭാരവാഹികൾ സബ് കമ്മിറ്റി ഭാരവാഹികളാണ്. ഇത് സബ് കമ്മിറ്റിയാണ്. ഇതുകൊണ്ട് ഇതിന് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പും മറ്റ് സംഗതികളും ഉണ്ടാവില്ല. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് മുബഷിറ, വൈസ് പ്രസിഡൻ്റായിട്ട് ഷീബ ചന്ദ്രൻ. കൈയടിക്കുകയൊക്കെ ചെയ്യാട്ടോ. നേരത്തെ കൈയടിക്കാതെ ഇരുന്നപ്പോൾ ചായൻ്റെ കപ്പ് ഉണ്ടായിരുന്നു, ഞാൻ നോക്കി. ഇപ്പോൾ അതില്ലല്ലോ കൈയടിക്കുക. സെക്രട്ടറി ആയിട്ട് പ്രിൻസി, ജോയിൻറ്റ് സെക്രട്ടറിമാരായി സജിത, ട്രഷറർ സോനിഷ. വനിതാ സബ് കമ്മിറ്റിക്ക് വനിതകൾ തീരെ കൈയടിക്കുന്നില്ല, എന്താ സംഭവം? അപ്പോൾ ഇതിൻ്റെ രക്ഷാധികാരികളായിട്ട് സുധാ വേണുരാജ്, കൗസു, വിജയലക്ഷ്മി. അപ്പോൾ ഇത്രയും ആളുകളാണ് ഇതിൻ്റെ സബ് കമ്മിറ്റി വനിതാ വിങ്ങായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് കൂടെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മുഖ്യ രക്ഷാധികാരിയും ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസറുമായിട്ടുള്ള അഡ്വക്കേറ്റ് CM ജംഷീർ, നമ്മുടെ പ്രിയങ്കരനായ മുൻ പ്രസിഡന്റ് ശശിധരൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ 13ാമത് വാർഷിക ജനറൽ ബോഡി യോഗമാണ് ഇപ്പോൾ ഇവിടെ സമാപിക്കാൻ പോകുന്നത്. 13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസിഡൻറ്റും നമ്മുടെ മുൻ പ്രസിഡന്റ് ശശിധരൻ സെക്രട്ടറിയുമായിട്ടാണ് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ ആദ്യമായിട്ട് രൂപീകൃതമാകുന്നത്. അന്നു മുതൽ ഇന്ന് വരെ നമ്മുടെ റെസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെലവൂരിൽ മാത്രമല്ല, ചെലവൂരിന് പുറത്തും എന്നും എപ്പോഴും എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേര്, അതാണ് ആ നന്മ എന്നുള്ളത്. ആ ഒരു നന്മ നമ്മുടെ ഈ കുടുംബങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അസോസിയേഷൻ ഇത്ര ഭംഗിയായിട്ട്, ഇത്ര മനോഹരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവിധ വിഭാഗീയതകൾക്കും അതീതമായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ജനവിഭാഗവും ഒത്തുചേരുന്ന ഒരു വേദി, അതായിരുന്നു അന്ന് ഇത് രൂപീകരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. ആ ഒരു ഒത്തൊരുമ, ആ ഒരു മനസ്സ് എന്നും നമ്മുടെ ഈ ഒരു അസോസിയേഷൻ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിവിടെ കാണുന്ന ഈ ഒരു കുടുംബാംഗങ്ങളുടെ ഇത്രയും പേര് കുടുംബാംഗങ്ങളെ ഇവിടെ നമ്മൾ ഈ ഒരു പ്രദേശത്തായിട്ട് കൂടി താഴെ നിന്ന് ആൾക്കാർക്ക് വരാനൊക്കെ പ്രായമുള്ളവർക്ക് വരാൻ ചെറിയൊരു പ്രയാസം ഉണ്ടെങ്കിൽ കൂടി പക്ഷേ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് നമ്മുടെ ആ നമ്മുടെ ഈ ഒരു ഒരുമയുടെ ഒത്തൊരുമയുടെ പ്രതീകം തന്നെയാണ്. ഇനിയും നമുക്ക് ഈ അസോസിയേഷൻ എല്ലാ ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം.
അത് നമ്മുടെ പുതിയ അടുത്ത് വരുന്ന തലമുറ, നമ്മുടെ ഓരോ കമ്മിറ്റികളിലും പുതിയ തലമുറകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും പുതിയ തലമുറ ഇത് ഏറ്റെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ വനിതാവേദിയാണെങ്കിൽ വനിതാവേദിയും ഇതേപോലെ വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയും നമുക്ക് ഈ അടുത്തൊരു വർഷം വലിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ശശിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അവിടെ ഒന്നും എത്താൻ സാധിക്കാതിരിക്കാം. എങ്കിൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നല്ല മനസ്സും നമ്മുടെ അടുത്ത ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ഞാൻ എൻ്റെ കംപ്ലീറ്റ് ടീമിനെ ഒന്ന് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡൻറ്റ് മുബഷിറയും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ് ഷീബ ചന്ദ്രനും കൂടി ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.